الرجيم الحمد لله الذي أذهب عنا الحزن إن ربنا لغفور شكور. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും സഗൗരവം ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളിൽ ചേർത്ത് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരു വിശ്വാസി അവൻ്റെ ജീവിതത്തിൽ മനസ്സറിഞ്ഞുകൊണ്ട് വളരെയേറെ സംതൃപ്തിയോടുകൂടി റഹ്മാനായ റബ്ബിനോടുള്ള ഇഷ്ടവും ആദരവും ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തൻ്റെ നാവുകൊണ്ട് ഉരുവിടേണ്ടുന്ന മഹത്തായ ഒരു വചനമാണ് അൽഹംദുലില്ലാഹ്. അല്ലാഹുവിനാകുന്നു സർവസ്തുതികളും എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് സർവസ്തുതികൾക്കും അർഹതപ്പെട്ടവൻ. അല്ലാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നകളിൽ അത്യുത്തമമായ നാമങ്ങളിൽപ്പെട്ട ഒരു നാമമാണ് അൽ ഹമീദ്. എല്ലാ അർത്ഥത്തിലും അവൻ്റെ സത്തയിലും അവൻ്റെ പ്രവർത്തനങ്ങളിലും അവൻ്റെ വാക്കുകളിലും അവൻ്റെ ഏതേത് പ്രവർത്തനങ്ങളിലും മനസ്സറിഞ്ഞ് അവനെ സ്തുതിക്കുവാനുള്ള കാര്യങ്ങൾ മാത്രമേ അവനിലുള്ളൂ. അതുകൊണ്ട് തന്നെ സർവസ്ഥലത്തും സർവരാലും സ്തുതിക്കപ്പെടുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹുവിന് ഏറെ ഇഷ്ടമുള്ള കാര്യവുമാണ് അവനെ പ്രശംസിക്കലും സ്തുതിക്കലും. ഇന്ന റബ്ബക യുഹിബ്ബുൽ ഹംദ, നിന്റെ റബ്ബിന് അവനെ സ്തുതിക്കുന്നത് ഏറെ ഇഷ്ടമുള്ളവനാണ്. കലിമത്തുൻ അഹബ്ബഹ അല്ലാഹു ലിനഫ്സിഹി, അല്ലാഹു തനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു കലിമ, തനിക്ക് ഏറെ തൃപ്തിപ്പെട്ട ഒരു വാചകമാണ് അൽഹംദുലില്ലാഹ് എന്നുള്ളത്. നമ്മുടെ നന്മയുടെ ത്രാസിൽ ഏറ്റവും കൂടുതൽ കനം തോന്നുന്ന അൽഹംദുലില്ലാഹി തംലഉൽ മീസാൻ, നമ്മുടെ നന്മയുടെ തുലാസിൽ നിറക്കുന്ന ഏറ്റവും മഹത്വമേറിയ ഒരു ദിക്റും പ്രശംസാ വാചകവും സ്തുതി കീർത്തനവുമാണ് അൽഹംദുലില്ലാഹ്. റബ്ബിനെ അവന്റെ ഗുണങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് അവൻ നമുക്ക് ചെയ്തു തന്നിട്ടുള്ള അളവറ്റ അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം കൃത്യമായി നിർവഹിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ദിക്റാണത് അൽഹംദുലില്ലാഹ് എന്നുള്ളത്. പരിശുദ്ധ ഖുർആനിൽ വ്യത്യസ്തങ്ങളായ രീതികളിൽ അല്ലാഹു അവനെ തന്നെ പ്രശംസിച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ട് 20-ലേറെ സ്ഥലങ്ങളിൽ ആ നിലക്ക് അവൻ തന്നെ സ്തുതിച്ചുകൊണ്ടുള്ള വചനങ്ങൾ പറഞ്ഞതും വിശദീകരിച്ചതും വിശ്വാസികൾക്ക് വായിച്ചു നോക്കിയാൽ കാണാവുന്നവയാണ്. 114 അധ്യായങ്ങളിൽ 5 അധ്യായങ്ങൾ തുടക്കം തന്നെയും അവനെ സ്തുതിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ് പറഞ്ഞുകൊണ്ടുള്ളതാണ്. ഒന്ന് സൂറത്തുൽ ഫാത്തിഹ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ അധ്യായം ആരംഭിച്ചിട്ടുള്ളത്. അവൻ ചെയ്ത കാരുണ്യവും പരലോകം നിശ്ചയിച്ചു എന്നുള്ളതുമൊക്കെ അവനെ സ്തുതിക്കുവാനുള്ള കാരണമായി ഫാത്തിഹയുടെ പ്രാരംഭത്തിൽ തന്നെ എടുത്തു പറഞ്ഞിരിക്കുകയാണ്. രണ്ടാമതായി സൂറത്തുൽ അൻആം, അൽഹംദുലില്ലാഹില്ലദീ ഖലഖസ് സമാവാതി വൽ അർദ് വജഅലൽ ളുലുമാതി വന്നൂർ എന്ന് പറഞ്ഞുകൊണ്ടാണ് സൂറത്തുൽ അൻആമും തുടങ്ങിയിട്ടുള്ളത്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പും അതേപോലെ തന്നെ രാപ്പകലുകൾക്ക് നിദാനമായി വരുന്ന വെളിച്ചവും ഇരുട്ടുമൊക്കെ നിശ്ചയിച്ചവനാണവൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ അവനെ സ്തുതിച്ചുകൊണ്ട് ആ അധ്യായം ആരംഭിച്ചിട്ടുള്ളത്. മൂന്നാമതായി നമ്മൾ ഇന്നും പാരായണം ചെയ്യൽ പ്രത്യേകം പുണ്യമുള്ള സൂറത്തുൽ കഹ്ഫിന്റെ തുടക്കമാണ്. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജാ, യാതൊരു നിലക്കുള്ള വക്രതകളും തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത എല്ലാ അർത്ഥത്തിലും സമ്പൂർണമായ ഒരു ഗ്രന്ഥം തന്റെ അടിമയായ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അവതരിപ്പിച്ചു കൊടുത്തവനായ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ നമുക്ക് കിട്ടിയതിന്റെ പേരിലുള്ള സ്തുതികീർത്തനം കൊണ്ടാണ് സൂറത്തുൽ കഹ്ഫ് ആരംഭിച്ചിട്ടുള്ളത്. നാലാമതായി സൂറത്തു സബഅ,
അൽഹംദുലില്ലാഹില്ലദീ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വലഹുൽ ഹംദു ഫിൽ ആഖിറഹ് വഹുവൽ ഹകീമുൽ ഖബീർ. ആകാശഭൂമികളിലുള്ളതെല്ലാം അവൻ്റേതാണ്. ആഖിറത്തിലും സർവസ്തുതികളും അവന് തന്നെയാണ്. അവനാണ് എല്ലാം അറിയുന്ന, എല്ലാ നിലക്കുമുള്ള വിജ്ഞാനത്തിന്റെ കേദാരം അവൻ മാത്രമാണ്. അവനാണ് സർവസ്തുതിയും എന്ന് പറഞ്ഞുകൊണ്ടുള്ള സ്തുതി അർപ്പണമാണ് സൂറത്ത് സബഇന്റെ പ്രാരംഭത്തിൽ നമുക്ക് കാണാനാകുന്നത്. അഞ്ചാമതായി സൂറത്ത് ഫാത്തിറാണ്. അവിടെയും തുടങ്ങിയത് അൽഹംദുലില്ലാഹ് ഫാത്തിരിസ് സമാവാതി വൽ അർദ് ജാഇലിൽ മലായികതി റുസുലൻ ഉലി അജ്നിഹതിൻ മസ്നാ വസുലാസ വറുബാ യസീദു ഫിൽ ഖൽഖി മാ യശാ ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹുവിന്റെ സൃഷ്ടി വാഹാത്മ്യം, അവന്റെ സൃഷ്ടി വൈഭവം, ആകാശഭൂമികളെ ഒരു മുൻ മോഡൽ കൂടാതെ ശുദ്ധ ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ചവനാണ് അല്ലാഹു. 2, 3, 4 അതിലേറെയുമൊക്കെ ചിറകുകളുള്ള പ്രത്യേകതരം സൃഷ്ടികളായ മലായിക്കത്തുകളെ നിശ്ചയിച്ചിട്ടുള്ളവനാണ് അവൻ. അവന് എല്ലാത്തിനും കഴിവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള സ്തുതികീർത്തനമാണ് സൂറത്ത് ഫാത്തിറിന്റെ തുടക്കത്തിലുള്ളത്. ഇങ്ങനെ 5 അധ്യായങ്ങൾ അൽഹംദുലില്ലാ കൊണ്ട് ആരംഭിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല, ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങളും സർവ്വ വസ്തുക്കളും എല്ലാം അവൻ തന്നെയും അവനെ സ്തുതിക്കുകയാണ്. ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളും അവനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കുകയാണെന്ന് ഖുർആൻ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയിരിക്കുകയാണ്. തുസബ്ബിഹു ലഹുസ് സമാവാതുസ് സബ്ഉ വൽ അർദു വമൻ ഫീഹിന്ന വഇൻ മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി. സപ്താകാശങ്ങളും 7 ആകാശങ്ങളും ഭൂമിയും അവയിലുള്ളത് മുഴുവനും എല്ലാവരും വഇൻ മിൻ ശൈഇൻ, ഇനി എന്ത് വേണം, എല്ലാ വസ്തുക്കളും, യാതൊരു വസ്തുവുമില്ല ഈ പ്രപഞ്ചത്തിൽ, ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി, അവന് സ്തുതികീർത്തനങ്ങളും പ്രകീർത്തനങ്ങളും പറയാത്ത ഒരു വസ്തുവും ഈ പ്രപഞ്ചത്തിലില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, അൽഹംദുലില്ലാ പറയുവാൻ നമ്മുടെ നിത്യജീവിതത്തിൽ ധാരാളം സന്ദർഭങ്ങളാണ് അല്ലാഹു നമുക്ക് ഒരുക്കി തന്നിട്ടുള്ളത്. കേവലം നാവുകൊണ്ടുള്ള ചില പദപ്രയോഗങ്ങളായിരിക്കരുത് നമ്മുടെ ഹംദുകൾ. മറിച്ച് സർവസ്തുതിയും എൻ്റെ റബ്ബിനാണെന്ന് പറയുമ്പോൾ അത് മനസ്സറിഞ്ഞ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എൻ്റെ റബ്ബ് മാത്രമാണ് അതിന് അർഹനെന്നും അവൻ എനിക്ക് ധാരാളം ചെയ്തു തന്നിട്ടുണ്ടെന്നും ഇഷ്ടത്തോടെ, ബഹുമാനത്തോടെ, ആദരവോടെ നമ്മൾ പറയേണ്ടുന്ന വചനമാണ് അൽഹംദുലില്ലാഹ്. എണ്ണിയാൽ നമുക്കൊരുപാട് എണ്ണിയെടുക്കുവാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിന്റെ ഒരു ദിവസത്തെ തുടക്കം തന്നെ നമ്മൾ പ്രഭാതത്തിൽ ഉണരുമ്പോഴാണ്. അപ്പോൾ തന്നെയും പറയുന്നത് എന്താണ്? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ മാതനാ വഇലൈഹിൻ നുശൂർ. ഒരു ചെറിയ മരണമായിരുന്ന ഉറക്ക്, ആ ഉറക്കിൽ നിന്ന് പുതുജീവൻ നൽകിയ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. അതോടൊപ്പം ചേർത്ത് ഇങ്ങനെയും പറയാം, അൽഹംദുലില്ലാഹ് അല്ലദീ ആഫാനി ഫീ ജസദി വറദ്ദ അലയ്യ റൂഹി വഅദിന ലീ ബിദിക്രി. എൻ്റെ ശരീരത്തിന് ആരോഗ്യം നൽകിയവന് സർവസ്തുതിയും, അതുപോലെ തന്നെ അവനെ ദിക്ർ ചൊല്ലുവാൻ എനിക്ക് തൗഫീഖ് നൽകിയ അവന് സർവസ്തുതികളും, അതേപോലെ തന്നെ എൻ്റെ ആത്മാവിനെ എന്നിലേക്ക് തിരിച്ചു തന്ന അവന് സർവസ്തുതികളും. ഇനി അത് കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് അല്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. വിശദീകരിക്കേണ്ടതില്ല. മൂന്നാമതായി നമ്മൾ വസ്ത്രം ധരിക്കുമ്പോഴും നമ്മൾ പറയുന്നത് എന്താണ്? അൽഹംദുലില്ലാഹ് അല്ലദീ കസാനി ഹാദാ സൗബ്. ഈ വസ്ത്രം എന്നെ ധരിപ്പിച്ചവനായ അല്ലാഹുവിന് സർവസ്തുതിയും. ഇത് ധരിക്കുവാനും ഉടുക്കുവാനും ഇതെനിക്ക് കിട്ടുവാനും എന്റെ ശക്തിയും പവറുമൊന്നും വിധേയമായിട്ടില്ല. വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. ആ ഈമാൻ ദൃഢവൽക്കരിക്കുന്ന നിലക്കുള്ള പ്രഖ്യാപനം വസ്ത്രം ധരിക്കുമ്പോഴും പുതുവസ്ത്രമായിരിക്കുന്ന വേളയിലും നമ്മളത് ഹംദ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നാലാമതായി സുപ്രധാനമായ നമ്മുടെ ഇബാദത്തായ 5 നേരത്തെ ഫർള് നമസ്കാരങ്ങളിൽ നിർബന്ധമായും 17 തവണ, ഓരോ തവണയും അതിന്റെ പുറമെ എത്രത്തോളം സുന്നത്ത് ഒരു ജീവിതത്തിൽ ഒരു ദിവസത്തിൽ നമ്മൾ അധികരിപ്പിക്കുന്നുവോ അതിന്റെ തോതനുസരിച്ചുകൊണ്ട് അത്രത്തോളം ഹംദുകൾ വേറെയും നമ്മൾ നിർവഹിക്കുകയാണ്. അതൊക്കെ നമ്മൾ പറയുമ്പോൾ അല്ലാഹു അത് ഏറ്റു പറയുന്നുണ്ട്. ഹമിദനി അബ്ദി, എന്റെ അടിമ ഇതാ എന്നെ മനസ്സറിഞ്ഞ് സ്തുതിച്ചിരിക്കുന്നു എന്ന് റബ്ബ് മറുപടി പറയുന്ന സ്തുതിവാചകമാണ്
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ളത്. റുകൂഇലേക്ക് പോയാൽ ആ റുകൂഇൽ നിന്ന് നമ്മൾ നിവർന്ന് നിൽക്കുമ്പോൾ തന്നെ സമി അല്ലാഹു ലിമൻ ഹമിദഹു, അവനെ സ്തുതിച്ച സ്തുതി അവൻ കേട്ടിരിക്കുന്നു അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് നിവർന്നു നിന്ന് അൽഹംദുലില്ലാഹില്ലദീ ഹംദൻ കസീറാ തയ്യിബൻ മുബാറകൻ ഫീഹ്, സർവസ്തുതികളും അവന് പ്രത്യേകം സമർപ്പിക്കുന്ന ഇഅ്തിദാലിൽ ചൊല്ലുന്ന ഒരു ഹംദാണത്. 30-ലേറെ മലായിക്കത്തുകൾ ആ ഹംദ് ഇഅ്തിദാലിൽ ചൊല്ലിയ വ്യക്തിയുടെ പുണ്യം രേഖപ്പെടുത്തുവാൻ വേണ്ടി മത്സരിക്കുന്നതായി ഞാൻ കണ്ടു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹംദാണ് ഇഅ്തിദാലിൽ പറയുന്ന നിങ്ങൾ ഈ കേട്ട ഈ പ്രത്യേകമായ ദിക്ർ എന്നതുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബുമായുള്ള സംഭാഷണം മനസ്സ് തുറന്ന് ആത്മശുദ്ധി പ്രദാനം ചെയ്യുന്ന അളവറ്റ അനുഗ്രഹങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഹംദുകളാണ് നമ്മൾ ഈ നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നത്. നിസ്കാരം കഴിഞ്ഞാലോ പ്രത്യേകം 33 തവണ അൽഹംദുലില്ലാ നമ്മൾ പറയാൻ കൽപ്പിക്കപ്പെട്ടു. നമ്മളൊക്കെ വിരലുകൾ ഞൊടിക്കുന്ന സ്പീഡിൽ മനസ്സിൽ തട്ടാതെ ഇങ്ങനെ പരിപൂർണമായി അൽഹംദുലില്ലാ എന്ന അക്ഷരങ്ങൾ പോലും പറയാൻ നമുക്ക് മനസ്സില്ലാതെ ഹൈ സ്പീഡിൽ എന്തോ പിറുപിറുക്കുന്ന ഹംദുകളായി മാറുന്നുണ്ടോ എന്ന് പ്രിയമുള്ളവരെ ചിന്തിക്കണം. 33 തവണ അൽഹംദുലില്ലാ പറയുമ്പോഴും 33-ലേറെ അനുഗ്രഹങ്ങൾ മനസ്സിൽ മിന്നി മറയുന്ന വിധത്തിൽ മനസ്സിൽ തട്ടി ഓരോ അക്ഷരങ്ങളോടും കൂറുപാലിച്ചുകൊണ്ട് പറയാൻ നമ്മിൽ എത്ര പേർക്ക് സാധിക്കാറുണ്ട് എന്ന് ആത്മപരിശോധനയ്ക്ക് ഞാനും നിങ്ങളും വിധേയരാകണം. എത്ര തവണ നമ്മൾ ഇതൊക്കെ ചൊല്ലുന്നുണ്ട്, അതൊക്കെ എത്ര തവണ മനസ്സിൽ തട്ടുന്നുണ്ട്, എത്ര തവണ അക്ഷരങ്ങളോട് കൂറുപുലർത്തിക്കൊണ്ട് ചൊല്ലുന്നുണ്ട്. ഗൗരവമാണ് വിഷയങ്ങൾ, നിസ്സാരമല്ല എന്ന് ഗ്രഹിച്ചിരിക്കണം. തീർന്നില്ല, തുമ്മുന്ന വേളയിൽ പോലും അൽഹംദുലില്ലാ എന്ന് പറയാൻ വിധിക്കപ്പെട്ടവരാണ് നമ്മൾ. പരീക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയെ കാണുമ്പോ നമുക്ക് കിട്ടാത്ത വിധത്തിലുള്ള അഥവാ എന്തെങ്കിലും വിധത്തിലുള്ള രോഗങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ കാണുമ്പോ അയാൾ അറിയാതെ, അയാൾ കേൾക്കാതെ ഞാൻ എൻ്റെ റബ്ബിനെ സ്തുതിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാ അല്ലദീ ആഫാനി മിമ്മ ഇബ്തലാക ബിഹി വഫദ്ദലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ദീലാ. അല്ലാഹുവേ, നിനക്കാണ് സർവസ്തുതിയും. ഈ വ്യക്തിക്ക് കൊടുത്ത ആപത്തുകൾ എനിക്ക് നൽകാതെ നീ എന്നെ കാത്തല്ലോ, നീ എന്നെ ശ്രേഷ്ഠപ്പെടുത്തിയല്ലോ എന്ന ആ ഒരു നന്ദിയുടെ വാചകം പറയാൻ ആ സമയത്ത് പോലും വിധിക്കപ്പെട്ടിരിക്കുകയാണ്. അത് പറഞ്ഞാൽ ആ വ്യക്തിക്ക് ബാധിച്ചിട്ടുള്ള ബലാ മുസീബത്ത് നമുക്ക് ബാധിക്കാതെ റബ്ബിന്റെ കാവലുണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നിരിക്കുകയാണ്. ഉറങ്ങാൻ നേരത്ത് എണ്ണി 33 തവണ അൽഹംദുലില്ലാ ചൊല്ലിയിട്ടേ ഉറങ്ങാവൂ, സുബ്ഹാനല്ലാഹ് പോലെ, അല്ലാഹു അക്ബർ പോലെ എന്ന് പഠിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് നമ്മൾ. മാത്രമല്ല ഉറങ്ങുന്ന വേളയിൽ തന്നെ അൽഹംദുലില്ലാ الذي أطعمنا وسقانا وآوانا وكفانا فكم ممن لا كافي له ولا مؤوي. ഇഷ്ടം പോലെ എനിക്ക് ഭക്ഷണം നൽകിയവൻ, വെള്ളം നൽകിയവൻ, എനിക്ക് കിടപ്പറയൊരുക്കിയവൻ, എനിക്ക് വീടൊരുക്കിയവൻ, ഇതൊക്കെ കിട്ടാത്ത മതിയായ സൗകര്യങ്ങളില്ലാത്ത എത്രയെത്ര ലോകരാണ് ജനങ്ങൾക്കിടയിലുള്ളത്. അതിൻ്റെ ഇടയിൽ നീ എനിക്കതൊക്കെ നൽകിയില്ലേ? അല്ലാഹുവേ, നിനക്കാണ് സർവസ്തുതിയും. ഇത് പറഞ്ഞുകൊണ്ടല്ലാതെ മുത്തു മുസ്തഫ ഉറങ്ങിയിട്ടില്ല. എന്നാൽ ഇത് പറഞ്ഞുകൊണ്ട് എത്ര രാവുകൾ നമ്മൾ ഉറങ്ങാറുണ്ട് എന്നും കൂടി നമ്മൾ ചേർത്തുകൊണ്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കണമെന്നാണ് എനിക്ക് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്താനുള്ളത്. ഉറക്കില്ലെന്ന് ഇടക്ക് ഉണരുമ്പോൾ പോലും സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് എന്നിങ്ങനെ അവനെ സ്തുതിച്ചു പ്രശംസിക്കുവാൻ പഠിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. ഉറക്കിൽ നല്ല നല്ല സ്വപ്നങ്ങൾ കണ്ട് അനുഗ്രഹിക്കപ്പെടുമ്പോ അൽഹംദുലില്ലാഹ് എന്നവനെ സ്തുതിക്കുവാൻ അന്നേരവും പഠിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. വാഹനത്തിൽ കയറിയിരിക്കുമ്പോ ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് അല്ലാഹുവിനെ സ്തുതിക്കുവാൻ പഠിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. ഖുത്ബകൾ തുടങ്ങുമ്പോൾ, പ്രഭാഷണങ്ങൾ തുടങ്ങുമ്പോൾ, ഉത്ബോധനങ്ങൾ ആരംഭിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് പറഞ്ഞ് അവനെ സ്തുതിച്ചുകൊണ്ട് ഉത്ബോധനങ്ങളും പ്രഭാഷണങ്ങളും ഖുത്ബകളും ആരംഭിക്കുവാൻ പഠിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. ജീവിതത്തിൽ സന്തോഷകരമായ വാർത്തകളും ആ നിലക്കുള്ള കാഴ്ചകളും കാണുമ്പോൾ അൽഹംദുലില്ലാഹ്
അല്ലദീ ബിനിഅമതിഹി തതിമ്മുസ് സാലിഹാത്ത്. അല്ലാഹുവിനാകുന്നു സർവസ്തുതികളും. അവന്റെ നിഅമത്തൊന്നുകൊണ്ട് മാത്രമാണ് നല്ല നല്ല കാര്യങ്ങളൊക്കെ ഇവിടെ സമ്പൂർണമായ നിലയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന അർത്ഥം വരുന്ന ഹംദിന്റെ വചനം ആ വേളയിലും പഠിപ്പിക്കപ്പെട്ടു. ഇനി ഇത്തിരി മനസ്സിന് പ്രയാസം തോന്നുന്ന കാഴ്ചയോ വാർത്തയോ ആണ് കേട്ടതെങ്കിൽ പോലും അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, ഏതവസരത്തിലും അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും എന്ന് പറയാൻ പഠിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. ഒരു മനുഷ്യ ജീവിതത്തിൽ ഒരിക്കലും സഹിക്കാനാവാത്ത വലിയ രൂപത്തിലുള്ള വലിയ ഒരു പരീക്ഷണമാണ് കരളിന്റെ കഷ്ടമായ തൻ്റെ കുഞ്ഞ് മരണപ്പെടുക എന്നുള്ളത്. ആ വേളയിൽ ഒരടിമ റബ്ബിന്റെ ആ തീരുമാനത്തിന് സംതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് അൽഹംദുലില്ലാ പറഞ്ഞതിന്റെ ശേഷം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന ഇസ്തിർജാഇന്റെ പദം ഉരുവിട്ട് കഴിഞ്ഞാൽ അവന് വേണ്ടി അല്ലാഹു വദാ മലക്കുകളോട് പറയാണ്, സ്വർഗത്തിൽ ഒരു പ്രത്യേക ഭവനം ഈ ഹംദ് പറഞ്ഞ വ്യക്തിക്ക് വേണ്ടി നിർമ്മിച്ചു കൊടുക്കൂ. എന്നിട്ട് അതിന് ബൈത്തുൽ ഹംദ്, സ്തുതി കീർത്തനത്തിന്റെ ഭവനം എന്ന് പേര് വിളിക്കൂ എന്ന് പറഞ്ഞ് ആശംസിക്കുന്ന പ്രത്യേകമായ ഹംദാണത്. ഇങ്ങനെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും മനസ്സറിഞ്ഞ് സംതൃപ്തിയോടെ പറയേണ്ടുന്ന ഈ വചനത്തെ അർത്ഥവും ആശയവും ഗ്രഹിച്ചുകൊണ്ട് ചൊല്ലുവാൻ നാം ഏവരും ബദ്ധശ്രദ്ധരായിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബിനോടുള്ള നന്ദിയാണത്, അവനോടുള്ള കൂറുപ്രകടനമാണത്. അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ, പോരായ്മകൾ പരിഹരിച്ചു തരുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع هديه أما بعد فأوصيكم عباد الله ونفسي بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ്. റബ്ബ് നമ്മളെ എല്ലാവരെയും മുത്തഖീങ്ങളിൽ ചേർത്ത് തന്നുകൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, റബ്ബിനോട് മനസ്സറിഞ്ഞ് ഹംദ് പറയേണ്ടുന്നതിൻ്റെ പ്രാധാന്യവും അത് പറയാൻ വിധിക്കപ്പെട്ട പഠിപ്പിക്കപ്പെട്ട സന്ദർഭങ്ങളുമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടുന്ന കാര്യമാണ്. ജീവിതത്തിൽ കിട്ടാത്തൊരറിവ് നമ്മളും മനസ്സിലാക്കണം, മക്കൾക്കും പകർന്നു കൊടുക്കണം. കിട്ടാത്തൊരറിവ് കിട്ടി, ജയിക്കാത്തൊരു പാഠം ജയിച്ചു, നല്ലൊരു മേഖലയിലേക്ക് പ്രവേശിച്ചു, നല്ലൊരു ജോലി കിട്ടി, അറിവ് കിട്ടി, എന്തെന്തനുഗ്രഹങ്ങൾ കിട്ടുമ്പോഴും അല്ലാഹു തആല പറയുന്നു, പ്രവാചകന്മാരുടെ പതിവ്, വലഖദ് ആതൈനാ ദാവൂദ വസുലൈമാന ഇൽമാ വഖാലാ അൽഹംദുലില്ലാഹ് വഖാലാ അൽഹംദുലില്ലാഹ്. ദാവൂദിനും സുലൈമാനിനും നാം അറിവ് വർദ്ധിപ്പിച്ചു കൊടുത്തു, അനുഗ്രഹങ്ങൾ ഏറെ ചൊരിഞ്ഞു കൊടുത്തു. അവരിരുവരും പറഞ്ഞു അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാകുന്നു സർവസ്തുതികളും. അല്ലദീ ഫദ്ദലനാ, അവനാണ് ഞങ്ങളെ ശ്രേഷ്ഠപ്പെടുത്തിയത്. അലാ കസീരിൻ മിൻ ഇബാദിഹിൽ മുഅ്മിനീൻ, അവന്റെ ധാരാളക്കണക്കിന് മുഅ്മിനീങ്ങളായ അടിമകളിൽ നിന്ന് ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്കവൻ തന്ന് ഞങ്ങൾക്ക് ഈ ശ്രേഷ്ഠതകളൊക്കെ നൽകിയ അവന് അൽഹംദുലില്ലാഹ്. മൊത്തത്തിൽ തന്നെ നമ്മൾ സദാവനെ സ്തുതിക്കലുണ്ട്. പല ഘട്ടങ്ങളിൽ ഇസ്ലാം കിട്ടാത്തവരുടെ അന്ധവിശ്വാസം കാണുമ്പോൾ, ഈമാനില്ലാത്തവരുടെ ദുർനടപ്പുകൾ കാണുമ്പോൾ, അശ്ലീലതകളുടെയും അധാർമികതകളെയും ചെളുക്കുണ്ടിലേക്ക് പലരും മുട്ടിട്ട് നീന്തി തോന്നിവാസങ്ങളിലും മയക്കുമരുന്നുകളിലും ലഹരി മരുന്നുകളിലും കൊലപാതകങ്ങളിലും വൃത്തികേടുകളിലും ആളുകൾ പിടിക്കപ്പെടുന്ന കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിനെ സ്തുതിക്കാറുണ്ട്. ഞാൻ മുസ്ലിമായതിൻ്റെ പേരിൽ, ഈമാൻ എനിക്ക് കിട്ടിയതിൻ്റെ പേരിൽ, ആ തിന്മയിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടല്ലോ എന്നതിൻ്റെ പേരിൽ, ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് കിട്ടിയല്ലോ എന്നതിൻ്റെ പേരിൽ, ഖുർആനിന്റെ ഒരു പഠിതാവാണല്ലോ ഞാൻ എന്ന പേരിൽ, ഖുർആൻ പഠിക്കാൻ അവസരം കിട്ടിയവനാണല്ലോ ഞാൻ എന്ന പേരിൽ, ഖുർആനിന്റെ ഏതെങ്കിലും ഒരായത്തുകളുടെയെങ്കിലും അർത്ഥം പഠിക്കാനുള്ള അവസരങ്ങൾ എനിക്ക് സൗജന്യമായി കിട്ടുന്നവനാണല്ലോ ഞാൻ എന്നതിൻ്റെ പേരിൽ, ജീവിതത്തിൽ ഒരുപാട് ഭയപ്പാടുകളും ആശങ്കകൾക്കുമിടയിൽ എല്ലാം ഒന്ന് കാർമേഘങ്ങൾ നീങ്ങി, ആശങ്കകളൊക്കെ നീങ്ങി, ഇപ്പൊ നിർഭയത്വം നമുക്ക് കൈവന്നല്ലോ എന്ന അവസ്ഥയോർത്തുകൊണ്ട് ഇങ്ങനെ എണ്ണമറ്റ സന്ദർഭങ്ങളിൽ അല്ലാഹുവിനെ മനസ്സറിഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാ പറയാൻ പഠിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. ഒരു വിശ്വാസിയുടെ ജീവിതം മുഴുവനും അങ്ങനെയാണ്.
തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു ഉണർന്നത് മുതൽ ഇനി അവൻ ജീവിതത്തിൽ അവന്റെ ജീവിതം അവസാനിച്ച് അവൻ മരണപ്പെട്ട് ഖബറിലെത്തി മഹ്ശറിലെത്തി വിചാരണ കഴിഞ്ഞ് മുഅ്മിനായ മനുഷ്യൻ സ്വർഗത്തിലേക്ക് അവന്റെ ഇരുകാലുകളും വെച്ചു എന്നുറപ്പാകുമ്പോ അപ്പോഴും അവൻ പറയുന്ന ദിക്ർ എന്താണെന്നോ? അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. ഈ സ്വർഗഭൂമിയിലേക്ക് ഞങ്ങൾക്ക് കാലെടുത്ത് വെക്കാൻ തൗഫീക്ക് നൽകിയ റബ്ബ് അവന് ആരും നൽകിയിരുന്നില്ലെങ്കിൽ, റബ്ബിന്റെ പ്രത്യേകമായ ഹിദായത്ത് കിട്ടിയില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഇവിടെ എത്തില്ലായിരുന്നല്ലോ എന്നും പറഞ്ഞുകൊണ്ട് മോമിനീങ്ങൾ അവസാനം സ്വർഗത്തിലെത്തുമ്പോഴും പറയുന്ന ദിക്ർ അൽഹംദുലില്ലാഹ്. ഇനിയും പറയുന്ന ദിക്ർ എന്താണ്? അൽഹംദുലില്ലാഹ് അല്ലദീ അദ്ഹബ അന്നൽ ഹസൻ ഇന്ന റബ്ബനാ ലഗഫൂറുൻ ശകൂർ. അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. ഞങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും നീങ്ങിയല്ലോ, ഞങ്ങളുടെ സങ്കടങ്ങളൊക്കെ അവൻ പോക്കിത്തന്ന് സ്വർഗീയ ലോകത്ത് ഞങ്ങളെ പ്രവേശിപ്പിച്ചല്ലോ. അൽഹംദുലില്ലാഹ്. ഇന്ന റബ്ബനാ, തീർച്ചയായും ഞങ്ങളുടെ റബ്ബ്, ലഗഫൂറുൻ ശകൂർ, ഏറെ പൊറുക്കുന്നവനാണല്ലോ, അമലുകളൊക്കെ നന്ദിയോടെ സ്വീകരിക്കുന്നവനാണല്ലോ എന്നിങ്ങനെ സ്വർഗത്തിലെത്തിയാലും മുഅ്മിനുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അൽഹംദുലില്ലാഹ്. അള്ളാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആ അർത്ഥത്തിൽ അതിൻ്റെ ആശയം അറിഞ്ഞ് മനസ്സറിഞ്ഞ് തൗഹീദ് ഉറപ്പിച്ച് എല്ലാ അർത്ഥത്തിലും അതിനോട് പുലർത്തേണ്ടുന്ന കൂറ് പുലർത്തിക്കൊണ്ട് ദൃഢവിശ്വാസികളായി ഹംദ് മൊഴിയുന്ന സജ്ജനങ്ങളിൽ റഹ്മാനായ റബ്ബ് നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അവൻ പരിപൂർണമായും ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. اللهم سدد خطى حاكمنا يا ذا الجلال والإكرام.